ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി കല്യാണം കണ്ടാലോ? ഇതാണ് കേട്ടോ കല്യാണ പെണ്ണ്. അഭിരാമി എന്നാണ് പേര്. ഞങ്ങളെല്ലാവരും അബി എന്നാണ് വിളിക്കുക. എൻ്റെ മേമയുടെ മോളാണ്. ഇവരുടെ കല്യാണത്തിന് ഭയങ്കര വ്യത്യസ്തമാണ് കേട്ടോ. നമ്മുടെ ചടങ്ങുകൾ പോലെ തന്നെ അല്ല അവരുടെ ചടങ്ങുകൾ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേ ദിവസം പെണ്ണിൻ്റെ മാമൻ വന്നിട്ട് കാലുമ്മേ മിഞ്ചി ഇട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അതൊക്കെ കാണുന്നത്. അപ്പം ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം നമുക്ക് മലയാളികൾക്ക് അത് അറിയില്ല. അതുകൊണ്ടാണ് ഇത് ഇവർ തമിഴ്നാടായതുകൊണ്ട് വെറൈറ്റി ആചാരങ്ങളാണ് കേട്ടോ. ഇതെന്താ പാലാണോ മോരാണോ അറിയില്ല. അതിലെന്തോ വെറ്റിലെന്തോ കലക്കിയിട്ട് ഇങ്ങനെ കാലുമ്മേ ഷോൾഡറിൽ ബാക്കിലേക്ക് ഇടുക. അങ്ങനെ എല്ലാവരും ചെയ്യണം. പിന്നെ ചന്ദനം, കുങ്കുമം ഇത് വെച്ച് കൊടുക്കുക നെറ്റിയിലും കവിളിലും. അത് നമ്മളെല്ലാവരും ചെയ്തു കേട്ടോ. ആ കണ്ണാണിത്. ഇത് അമ്മായിയാണ്, മാമൻ്റെ വൈഫാണ്. ഇത് നമുക്ക് വെറൈറ്റി ആയി തോന്നി. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളത്. ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളത് ആദ്യമായിട്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. അവരുടെ ആൾക്കാരും നമ്മുടെ ആൾക്കാരും എല്ലാവരും ഈ ഒരു പരിപാടി ചെയ്യട്ടോ. അവർ തമിഴായതുകൊണ്ട് നമുക്ക് അവർ പറയുന്നതൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് മലയാളം അറിയാം. അവൾ നമുക്ക് പറഞ്ഞു തരികയാണ് എന്തൊക്കെ സംഭവം എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ. അടുത്ത പരിപാടിയാണിത്, തലയിൽ കൂടെ വെള്ളം ഒഴിക്കുക. അത് ഓരോരുത്തർ വന്ന് കുറേശ്ശെ വെള്ളം ഒഴിക്കും കേട്ടോ. അവസാനം ഉള്ള ഏട്ടന്മാരുണ്ട്, കുറച്ച് കസിൻ ബ്രദേഴ്സാണ് തോന്നുന്നു. അവരെല്ലാവരും കൂടി വന്നിട്ട് തലയിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുളിപ്പിക്കുക അവളേനെ. അവൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതാ വേറെ ഇതിൽ നിൽക്കുകയാണ്. ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇനിയാണ് ഈ മിഞ്ചിയിടുന്ന ചടങ്ങ്. പിന്നെ ഈ മാമൻ കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വേണത്രേ ഇവർക്ക് കല്യാണത്തിന് പോവാൻ. ഇവരുടെ കല്യാണം തലേ ദിവസമാണ്. അങ്ങനെയല്ല, ഇവരുടെ കല്യാണം ഓഡിറ്റോറിയത്തേക്ക് എവിടെ വെച്ചിട്ടാണോ കല്യാണം വെച്ചാൽ അവർ തലേ ദിവസം തന്നെ പോവും. പിന്നെ അവർ അന്ന് ഫുള്ള് അവിടെ സ്റ്റേ ആണ്. പിറ്റേ ദിവസം അവർ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ചെക്കൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് തന്നെ പോവുകയാണ് ചെയ്യുക. ഇവർ റിലേറ്റീവ്സ് എല്ലാവരും കൂടിയിട്ട് അവിടെ തന്നെയാണ് സ്റ്റേ ഉണ്ടായിരുന്നത്. നമ്മൾ വീട്ടിലേക്ക് പോന്നു. ഇവർ ചെക്കനും പെണ്ണും, ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ട് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അവിടെ തന്നെ ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വെച്ചിട്ട് അവരെ ഫുൾ അവിടെ ആയിരുന്നു അന്നത്തെ ദിവസം. ഇത് മാമൻ സാരി പിന്നെ അതിൻ്റെ ഐറ്റം
അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആരതി ഒഴിഞ്ഞിട്ട് ചെക്കനെ അകത്തേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഒരുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു ചെക്കൻ വരുമ്പോഴേക്കും. ഇത് ചെക്കൻ്റെ അച്ഛനും അമ്മയും ഇതേപോലെ പന്തലിരുത്തിയിട്ട് പൊട്ട് തൊടിയിക്കുക, ചന്ദനം തൊടിയിക്കുക, പിന്നെ മോതിരം ഇട്ട് കൊടുക്കുക, അങ്ങനെ എന്തൊക്കെയോ ചടങ്ങ്. നമുക്കിതൊന്നും മനസ്സിലായില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കും. അത് കാരണന്മാരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞായിരുന്നു അവർ. പിന്നെ ഒരു സൈഡിൽ പെണ്ണിൻ്റെ ആൾക്കാരിയ്ക്കും, ഒരു സൈഡിൽ ചെക്കൻ്റെ ആൾക്കാരിയ്ക്കും. അവർ തമ്മിൽ എന്തൊക്കെയോ പറയും. നമുക്ക് തമിഴായതുകൊണ്ട് അത്ര അങ്ങോട്ട് വശമില്ല. നമ്മളും കൂട്ടത്തിൽ പോയിരുന്നുണ്ടായിരുന്നു. പിന്നെ തട്ട് കൈമാറാണ്, ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ ഡ്രസ്സ് കൈമാറാണ്. ഡ്രസ്സ് ഇനി വീണ്ടും ഡ്രസ്സ് മാറും. ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ഡ്രസ്സ് മാറുമെന്നറിയാം. ഇനി വീണ്ടും പോയിട്ട് സാരി മാറ്റിയിട്ട് വരും. ഒരുപാട് ചടങ്ങുകളാണ് ഇവർക്ക് കേട്ടോ. അവർ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇത് രാത്രിയാണ് കേട്ടോ. രാത്രി ഒരു 10:30, 11 മണി, 11:30 ആ സമയത്തൊക്കെ ഇവിടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ വന്ന ആൾക്കാരൊക്കെ കുറേ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഉറക്കം വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി ലാസ്റ്റ്. ഇതിപ്പോൾ പെണ്ണ് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു. ഇപ്പോൾ ചെക്കൻ പോയിട്ട് ഇതേപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരും. ചെക്കനോട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെക്കനെ വിളിച്ചിട്ട് ചെയറിലിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ എന്തൊക്കെയോ തലയിൽ കെട്ടി കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. തലപ്പാവ് കെട്ടി കൊടുക്കുക. പിന്നെ പിറ്റേ ദിവസം കല്യാണമാണ്. അത് ഞാൻ പാർട്ട് 2 ആയിട്ടിടാം. അത് എപ്പോഴാണ് മുഹൂർത്തം എന്നറിയോ? പുലർച്ചയ്ക്ക് 4:30, 5 മണി, 4:45, 5:5 ഉള്ളിലാണ് തോന്നുന്നു. അത്രയും നേരത്തെ ആയിരുന്നു മുഹൂർത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഉറക്കം വന്നുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടാണ്. ഇവരവിടെ തന്നെയായിരുന്നു. ചെക്കൻ്റെ കൂട്ടരും പെണ്ണിൻ്റെ കൂട്ടരും അവിടെ തന്നെയായിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നു. അവിടെ എല്ലാ കല്യാണങ്ങളും അങ്ങനെയാണ് അത്രേ. തലേ ദിവസം പോയിട്ട് എല്ലാവരും കൂടിയിട്ട് മണ്ഡപത്തിൽ തന്നെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് പാർട്ട് 2 കാണാം അല്ലേ.